ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് വളരെ യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്. ഏത് വ്യക്തികൾക്കും ഈ വീഡിയോ കാണാവുന്നതാണ്. പരീക്ഷകളൊക്കെ എഴുതുന്ന സ്റ്റുഡൻസാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് കേട്ട് പഠിക്കാവുന്നതാണ്. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് സുബ്രഹ്മണ്യ ഭാരതിയെക്കുറിച്ച് പറയുകയാണ്. സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറഞ്ഞു. അപ്പോൾ സുബ്രഹ്മണ്യ ഭാരതി ഏതു പേരിൽ അറിയപ്പെടുന്നു? സുബ്രഹ്മണ്യ ഭാരതി ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. സുബ്രഹ്മണ്യ ഭാരതി ഭാരതീയാർ എന്നറിയപ്പെടുന്നു. സുബ്രഹ്മണ്യ ഭാരതി ഈസ് നോൺ ആസ് ഭാരതീയാർ. സുബ്രഹ്മണ്യ ഭാരതി ഈസ് നോൺ ആസ് ഭാരതീയാർ. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭാരതി ആരംഭിച്ചൊരു പത്രമുണ്ട്. ഏതാണെന്ന് അറിയാമോ? സുബ്രഹ്മണ്യ ഭാരതി ആരംഭിച്ച പത്രമാണ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചു. ആൻസർ സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചു. ആൻസർ സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ ഇന്ത്യ. സുബ്രഹ്മണ്യ ഭാരതി സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ ഇന്ത്യ. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭാരതി ആരുടെ ശിഷ്യനായിരുന്നു? സുബ്രഹ്മണ്യ ഭാരതി ആരുടെ ശിഷ്യനായിരുന്നു? സുബ്രഹ്മണ്യ ഭാരതി സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനായിരുന്നു. സുബ്രഹ്മണ്യ ഭാരതി ഈസ് ദ ഡിസൈപ്പിൾ ഓഫ് സിസ്റ്റർ നിവേദിത. സുബ്രഹ്മണ്യ ഭാരതി ഈസ് ദ ഡിസൈപ്പിൾ ഓഫ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനായിരുന്നു ആര്? സുബ്രഹ്മണ്യ ഭാരതി. അതുപോലെ തന്നെ വന്ദേ മാതരം ആദ്യമായിട്ട് തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം ആദ്യമായിട്ട് തമിഴിലേക്ക് വിവർത്തനം ചെയ്തു ആരാ? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി ഫസ്റ്റ് ട്രാൻസ്ലേറ്റഡ് വന്ദേ മാതരം ടു തമിഴ്. വന്ദേ മാതരം ടു തമിഴ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതിയാണ് ഏത് പദ്യം എഴുതിയത്? ഓടി വിളയാടു പാപ്പ എന്ന പദ്യം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി wrote a famous poem ഓടി വിളയാടു പാപ്പ. ഓടി വിളയാടു പാപ്പ എന്ന പദ്യം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതിയാണ്. നമ്മൾ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണ്. സരോജിനി നായിഡു. അപ്പൊ സരോജിനി നായിഡു എന്ന് പറഞ്ഞപ്പോൾ സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ പ്രസിഡന്റ് ആയിരുന്നു. ആര്? സരോജിനി നായിഡു. ഫസ്റ്റ് ഇന്ത്യൻ വുമൻ പ്രസിഡന്റ് ഓഫ് INC. ഫസ്റ്റ് ഇന്ത്യൻ വുമൻ പ്രസിഡന്റ് ഓഫ് INC. ആൻസർ എന്താണ്? സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡുവാണ്. അതുപോലെ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. സരോജിനി നായിഡു വാസ് ദ ഫസ്റ്റ് വുമൻ ഗവർണർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സരോജിനി നായിഡു വാസ് ദ ഫസ്റ്റ് വുമൻ ഗവർണർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അതുപോലെ സരോജിനി നായിഡുവിന്റെ ഫേമസ് ബുക്കാണിത്, ബ്രോക്കൺ വിങ്സ്. സരോജിനി നായിഡു wrote a ഫേമസ് ബുക്ക് ബ്രോക്കൺ വിങ്സ്. ബ്രോക്കൺ വിങ്സ് ആരുടെ ബുക്കാണ്? സരോജിനി നായിഡുവിന്റെ ബുക്കാണ്. അതായത് ബ്രോക്കൺ വിങ്സ് വാസ് റിട്ടൺ ബൈ സരോജിനി നായിഡു. അതുപോലെ തന്നെ സരോജിനി നായിഡു എവിടുത്തെ ഗവർണറായിരുന്നു? ഉത്തർപ്രദേശിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു. ഫസ്റ്റ് വുമൻ ഗവർണർ ഓഫ് ഉത്തർപ്രദേശ്. ആൻസർ എന്താണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു. അതുപോലെ തന്നെ സരോജിനി നായിഡു ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആരെയാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ആൻസർ സരോജിനി നായിഡു. സരോജിനി നായിഡു is known as നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. സരോജിനി നായിഡു is known as നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി കോൾഡ് സരോജിനി നായിഡു as നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ്. നമ്മൾ സരോജിനി നായിഡുവിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ആരെക്കുറിച്ച് പറഞ്ഞു? സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ആനി ബെസന്റിനെ കുറിച്ച് പറയുകയാണ്. ആനി ബെസന്റിനെ കുറിച്ച് പറയുമ്പോൾ ആനി ബെസന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബെസന്റ് ആയിരുന്നു. ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് INC. ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് INC എന്താണ്? ആനി ബെസന്റ്. ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് INC. ആൻസർ ആനി ബെസന്റ്.
അതുപോലെ തന്നെ സരോജിനി നായിഡു ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ? സരോജിനി നായിഡു 2 പത്രങ്ങൾ ആരംഭിച്ചു. ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യയും കോമൺവീലും. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്ന പേരുള്ള 2 പത്രങ്ങൾ ആരംഭിച്ചതാരാണ്? ആനി ബെസന്റ്. ആനി ബെസന്റ് സ്റ്റാർട്ടഡ് ന്യൂസ് പേപ്പർ ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവീൽ. ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവീൽ. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശ വനിത എന്ന് ചോദിച്ചാൽ മനസ്സിൽ എന്താണ്? ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശ വനിത ആരാണ്? ആനി ബെസന്റ് ആണ്. ഫസ്റ്റ് ഫോറിൻ വുമൺ പ്രസിഡന്റ് ഓഫ് INC. ആൻസർ എന്താണ്? ആനി ബെസന്റ് ആണ്. ആരാണ്? ആനി ബെസന്റ് ആണ്. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വിദേശ വനിത ആരാണ്? ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് വാസ് the first foreign woman appeared on Indian postal stamp. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വിദേശ വനിത ആൻസർ ആനി ബെസന്റ് ആണ്. അപ്പോൾ ആനി ബെസന്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ആനി ബെസന്റ് ഒരു പേരറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വന്ധ്യവയോധിയ എന്നറിയപ്പെടുന്ന ആരാണ്? ആനി ബെസന്റിനെയാണ്. ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ നാഷണലിസം. കേട്ടോ, ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ നാഷണലിസം ആരാണ്? ആൻസർ എന്താണ്? ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ആനി ബെസന്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞു? സരോജിനി നായിഡുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ 3 പേരുടെ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ദീപം ലോ അക്കാഡമി എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ മികച്ച LLB എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിൽ ഒന്നാണ് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമി. കേട്ടോ, ദീപം ലോ അക്കാഡമിയെ കുറിച്ച് കേട്ടോ അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് അപ്പം ഞാൻ വന്നത് ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസ് ആവശ്യമായ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കാണാവുന്നതാണ്. മത്സര പരീക്ഷ എഴുതുന്ന സ്റ്റുഡൻസ് ഇത് കേട്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. കേട്ടോ.